ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ സ്നേഹക്കൂട് സീരിയലിലെ നാളെ നടക്കാവുന്ന ഒരു അടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ശ്രീകാന്തിൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചു വരുവാണ് പല്ലവിയും സേതുവും കൂടിയിട്ട്. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് പല്ലവി പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ആ പയ്യൻ നല്ല പയ്യനാണ് അല്ലേ സേതുവേട്ട? അതെ, എനിക്ക് അവനെ വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല ഉറച്ച തീരുമാനമുള്ളൊരു പയ്യനാണ്. മയൂരിക്ക് നന്നായിട്ട് ചേരുമല്ലേ? അതെ, നന്നായിട്ട് ചേരും. എന്തൊക്കെ പറഞ്ഞാലും പയ്യൻ്റെ വീട്ടുകാർക്ക് നമ്മളോട് കുറച്ച് ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെങ്ങനെ ഇല്ലാതിരിക്കും? അമ്മാതിരി ആയിരിക്കും ആ ഇന്ദ്രജിത്ത് ഇവിടെ വന്ന് പണി തുടങ്ങിയത്, പണിതതും കളിച്ചതും. എന്തായാലും അവനോട്ടുള്ള പണി ഞങ്ങൾ കൊടുത്തല്ലോ. എന്തായാലും ശ്രീകാന്തിന്റെ നിലപാട് ഉറച്ചതായ സ്ഥിതിക്ക് ഇനി മയൂരിയുടെ നിലപാടും കൂടി ഉറച്ചതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും ഒന്നിക്കാൻ നമുക്ക് ആരുടെയും കയ്യോ കാലും പിടിക്കേണ്ട ഒരു കാര്യമില്ല. അവരൊന്നിക്കണമെന്ന് അവർ തീരുമാനിച്ചാൽ ഒന്നിപ്പിക്കാം പല്ലവി എന്ന് പറയണം. പല്ലവി വേണ്ട, ഞാനുണ്ട് സേതുവേട്ട, സേതുവേട്ടൻ്റെ കൂടെ ഞാനുണ്ട് എന്നൊക്കെ പറയുന്നു കേട്ടോ. ആ സമയത്താണ് നമ്മുടെ സേതുവിൻ്റെ മൊബൈലിലേക്ക് കോള് വരുവാണ് അച്ചുവിൻ്റെ. ആ മോളെ അച്ചു, ഞങ്ങളിത് വന്നുകൊണ്ടിരിക്കുകയാണ്. സേതുവേട്ട, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നമോ? എന്ത് പ്രശ്നം? അത് ഋതു കുറച്ചു മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. എവിടേക്കാണ് അവൾ പോയത്? ഹോസ്പിറ്റലാണെന്നാ പറഞ്ഞത്. പക്ഷെ അവളുടെ ഒ പി കാർഡ് എൻ്റെ കയ്യിലാണ് ഉള്ളത്. ആ ഒ പി കാർഡ് ഇല്ലാതെ അവൾ ഏത് ഹോസ്പിറ്റലിൽ പോകാനാണ്? മാത്രമല്ല അവളുടെ പോക്കിലൊക്കെ എന്തോ ഒരു പ്രശ്നമുണ്ട്. കൂടെ ഞാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ വരണ്ടെന്നാ അവൾ പറഞ്ഞത്. പിന്നെ ബേബി ചേച്ചി പോവാന്ന് പറഞ്ഞു. അപ്പോഴും അവൾ ആരെയും കൂട്ടില്ല. ഒറ്റയ്ക്ക് എവിടെയൊക്കെ അവൾ പോയതാ. ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. എനിക്കെന്തോ വല്ലാതെ പേടി തോന്നുന്നു. ഇന്നലെ മുതൽ അവൾ ആ കുഞ്ഞിനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒരുപാട് സംസാരിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് പ്രാന്ത് പിടിക്കുന്ന പോലെ കാണിച്ചു കൂട്ടുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് എനിക്ക് ഇപ്പം ടെൻഷൻ പോലെ സേതു കേട്ടാ എന്ന് അച്ചു പറയാണ്. മോൾ ടെൻഷൻ അടിക്കണ്ട, അവള് ഏത് ഹോസ്പിറ്റലെന്ന് പറഞ്ഞില്ലല്ലേ? ഇല്ല, ഓക്കെ, ഞങ്ങൾ അന്വേഷിച്ചില്ല മോളെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വെക്കുകയാണ്. പല്ലവി ചോദിക്കണ്ടേ, എന്താ സേതു കേട്ട അച്ചു പറഞ്ഞത്? ഒന്നും പറയണ്ട, പ്രശ്നങ്ങൾക്ക് പുറകെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എന്ത് പറ്റി? എന്താ സേതു കേട്ട? അവൾ എന്താ പറഞ്ഞത്? അത് ഒന്നും പറയണ്ടോ. അവള് ഋതു എവിടേക്കോ ഇറങ്ങിപ്പോയിന്ന് രാവിലെ. ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞിട്ടാ പോയേന്ന്. ഡോക്ടറെയോ? അതിനവൾക്ക് ഡോക്ടറെ കാണാൻ സമയമായിട്ടില്ലല്ലോ. അവൾക്ക് ഇനി 18-ാം തീയതി കണ്ടാൽ മതി. ഇന്ന് 2-ാം തീയതി അല്ലേ ആയിട്ടുള്ളൂ. ആ അതെ, അവള് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ ഒ പി കാർഡൊക്കെ അച്ചുവിൻ്റെ കയ്യിലാണ്. അവൾ അതൊന്നും മൈൻഡ് ചെയ്യാതെയാണ് പോയിരിക്കുന്നത്. ഹോസ്പിറ്റലിൽ തന്നെയാണ് പോയത്, പക്ഷെ അവളുടെ ഉദ്ദേശം വേറെയാണോ എന്നൊരു സംശയമുണ്ട് എന്ന് സേതു പറയുമ്പോഴേക്ക് പല്ലവിയും പറയണ്ടേ, എനിക്കും തോന്നുന്നുണ്ട് സേതു ഏട്ടാ. കാരണം ഇന്നലെ അവൾ വയറ്റിനിട്ടിങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് സമാധാനിപ്പിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയെങ്കിലും അവൾക്ക് ആ കുഞ്ഞെ വേണ്ട എന്നൊരു നിലപാടായിരുന്നു. ഒറ്റയ്ക്ക് എന്തൊക്കെയോ തീരുമാനം എടുക്കുമെന്ന് എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക പല്ലവി? നമ്മളിപ്പോൾ എവിടെ പോയിട്ട് അവളെ അന്വേഷിക്കാം? എന്തായാലും അവൾ ദൂരെയൊന്നും പോയി കാണില്ല സേതു ഏട്ടാ, ഇവിടെ എവിടെയെങ്കിലും തന്നെ ആയിരിക്കും. നമുക്കിവിടെ തൊട്ടടുത്തുള്ള വല്ല ഹോസ്പിറ്റലിൽ പോയി നോക്കാം. ആദ്യം അവൾ പോകുന്ന ഹോസ്പിറ്റലിൽ ഒന്ന് പോകാം എന്ന് പറയാണ്. അപ്പൊ ആ ഹോസ്പിറ്റലിൽ അവൾ എത്തിയിട്ടില്ല കേട്ടോ. ഋതു എത്തിയിട്ടില്ല. ഋതു ആണെങ്കിൽ ആ ഡോക്ടറെ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആകെ ദേഷ്യത്തിൽ പുറത്തിറങ്ങിയ സമയത്ത് ആ നേഴ്സ് ഋതുവിന്റെ തൊട്ട് പിന്നാലെ ഒരു നേഴ്സും ഇറങ്ങുന്നുണ്ട് കേട്ടോ. അതെ മോളെ, ഒന്ന് നിന്നേ എന്ന് പറയാണ്. എന്താ, എന്നെ മനസ്സിലായോ? ആ മനസ്സിലായി, ആ ഡോക്ടറുടെ അടുത്ത് നിൽക്കണ്ടായിരുന്ന നേഴ്സല്ലേ നിങ്ങള്? അതെ, മോളുടെ ആവശ്യം എനിക്ക് മനസ്സിലായി. ഇതൊക്കെ വളരെ നിസ്സാരമാണെന്നേ. ഈ ഡോക്ടർ വെറുതെ ഒരു പറയണതാ. അതെ, ഈ അമ്മിണിയമ്മ വിചാരിച്ചാലേ പലതും നടക്കും. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? അതെ, ഇതിനൊക്കെ പറ്റിയ സ്ഥലമേ എനിക്കറിയാം. നിങ്ങൾ കാര്യത്തിലാണോ പറയണത്? അതെ, പക്ഷെ മോള് പറയണം, ഇതിന്റെ കുഞ്ഞിനച്ഛൻ ശരിക്കും മരിച്ചതാണോ? മോള് വെറുതെ നുണ പറഞ്ഞതല്ലേ? മരിച്ചിട്ടില്ലല്ലോ അല്ലേ? ഉറപ്പല്ലേ? അത് പിന്നെ ഞാൻ സത്യം പറഞ്ഞോ? മരിച്ചിട്ടൊന്നുമില്ല, അത് ഞാൻ വെറുതെ പറഞ്ഞതാണ്. എനിക്ക് തോന്നി അയാളൊരു ചതിയനും പെണ്ണുപിടിയനും വരുന്നതും ആയിരിക്കും അല്ലേ? അത് എല്ലാം കൂടി ഒരു മാരക ജന്മമാണത്. മോള് വിഷമിക്കണ്ട, ഈ കുഞ്ഞിനെ നമുക്ക് കയ്യോടെ കളയാം. കാരണം മോളെ വേണ്ടാത്ത ഒരാളുടെ കുഞ്ഞ് മോൾക്ക് എന്തിനാ എന്നൊക്കെ ആ അമ്മിണി പറയാണ്. അപ്പോൾ നിങ്ങളെന്നെ സഹായിക്കോ എന്ന് ഋതു ചോദിക്കുമ്പോൾ, ഞാൻ എപ്പോൾ സഹായിച്ചെന്ന് ചോദിച്ചാൽ പോരെ? മോളെ, എനിക്കറിയാവുന്ന ഒരു ഡോക്ടറുണ്ട്, നമുക്ക് വേണമെങ്കിൽ നാളെ തന്നെ പോവാം. അല്ല, ക്യാഷ് എത്രയോ? വെറും 5 ലക്ഷം. 5 ലക്ഷമോ? അതെ, ഇത് നിസ്സാര കാര്യമല്ലല്ലോ മോളെ. പൈസ ആയിട്ട് മോളെ നാളെ വാ, കാര്യം നടത്തി തരാം. 5 ലക്ഷം എന്ന് പറയുമ്പോൾ അത് കുറച്ച് കൂടുതലാണ് എന്ന് ഋതു പറയുമ്പോൾ, ഒരു കൂടുതലും അല്ല. ഇതേ കഴിഞ്ഞ് കഴിയുമ്പോൾ മോൾക്കുണ്ടാവുന്ന ഒരു സമാധാനം, നല്ലൊരു ജീവിതത്തെക്കുറിച്ച് മോളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ മോൾക്ക് ഇതൊന്നൊരു പ്രശ്നേ ഇല്ലെന്ന് തോന്നും. ശരി, ഞാൻ നാളെ നിങ്ങളെ വിളിക്കാം, നിങ്ങളുടെ നമ്പർ താ എന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണ് ഋതു. അതിനുശേഷം അവിടെ നിന്ന് പോകുന്നുണ്ട്. അത് നമ്മുടെ സേതുവും പല്ലവിയും കാണുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ സേതു നമ്മുടെ ഋതുവിൻ്റെ അടുത്തേക്ക് വരുവാണ്. മോളെ, നീ ആരാത്? നീ എവിടേക്കാ പോയത്? ആർത്തും പറയാതെ. അത് ഞാൻ പുറത്തു വരെ പോയതാ. എന്നിട്ട് നീ ഹോസ്പിറ്റലിൽ പോവാണെന്നാണല്ലോ എൻ്റെ അടുത്ത് അച്ചു പറഞ്ഞത്. അപ്പോഴേക്കും അവള് നിങ്ങളെ വിളിച്ച് പറഞ്ഞോ? അവളുടെ ഒരു കാര്യം, എനിക്കൊരു കുഴപ്പമില്ല സേതുട്ടാ, ചെറിയൊരു തലവേദന പോലെ, അതാ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വന്നത്. എന്നിട്ട് നീ ഡോക്ടറെ കണ്ടോ?
ആ കണ്ടു, കുഴപ്പമൊന്നുമില്ല, വെറും ഒരു മൈഗ്രെയിനാ. പിന്നെ നീ ഇതിന് ഒറ്റയ്ക്ക് വന്നത് അമ്മേനെയോ അച്ചൂനെയോ ബേബി ചേച്ചിനെയോ കൂട്ടി വന്നാൽ പോരായിരുന്നോ? പിന്നെ സ്ഥലത്ത് സ്വാതി എത്തിയിട്ടുണ്ടല്ലോ, സ്വാതിനെ കൂട്ടി പോയിക്കൂടെ? ഓ, എനിക്ക് അവരെയൊന്നും ശല്യപ്പെടുത്താൻ തോന്നിയില്ല. അതിന് ഞാൻ കൊച്ചു കുട്ടിയൊന്നുമല്ല. അപ്പോ പല്ലവി പറയണ്ടേ, നീ കൊച്ചു കുട്ടിയല്ലായിരിക്കും, പക്ഷെ നിന്റെ വയറ്റിലൊരു കൊച്ചു കുട്ടിയില്ലേ, അതിന്റെ കാര്യം നോക്കണ്ടേ? എവിടെയെങ്കിലും വീണ് എന്തെങ്കിലും പറ്റിയാലോ? ആ, പറ്റിയെങ്കിൽ അങ്ങോട്ട് പോട്ടെന്ന് വെക്കും. ഋതു, നീ എന്തൊക്കെയാ പറഞ്ഞത്? ഞാൻ ഇന്നലെ നിന്റെ അടുത്ത് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയതല്ലേ മോളെ, പിന്നെ നീ എന്തിനാ വീണ്ടും ഇതിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഓ, സമ്മതിച്ചു, ഇപ്പൊ ഞാൻ എന്താ വേണ്ടത്? വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് സേതുവും അതുപോലെ തന്നെ പല്ലവിയും കൂടി ഋതുവിനെയും കൂട്ടിക്കൊണ്ട് നേരെ പൊന്നുമടത്തിലേക്ക് പോവാട്ടോ. അതേസമയം അഖിലാണെന്നുണ്ടെങ്കിൽ സ്വാധീനം എങ്ങനെയെങ്കിലൊക്കെ ഒന്നും കൂടി കാണാൻ വേണ്ടി ശ്രമിക്കണം, എന്നിട്ട് ഇടിച്ചു കയറി പരിചയപ്പെടണം. അതിനിപ്പോ എന്താ ഒരു പ്ലാന്? എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടായാൽ മതിയായിരുന്നു. അങ്ങനെ നമ്മുടെ അഖിൽ ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് തന്നെയാണ് സ്വാതി അങ്ങോട്ടേക്ക് വരുന്നത്. സ്വാതി വരുമ്പോഴേക്കും ഒരു ബൈക്കുകാരൻ, അയാളും സ്വാതി മുട്ടാൻ പോലും പോണില്ല, അയാളുടെ വഴിക്ക് പോണ സ്വാതിയുടെ വഴിക്ക്. പക്ഷെ വേഗം പോയിട്ട് അഖിൽ ആ ബൈക്കുകാരൻ്റെ അടുത്ത് നിന്ന് എന്തോ സ്വാതിനെ രക്ഷിക്കുന്ന പോലെ പിടിച്ച് മാറ്റുവാട്ടോ. ഇപ്പൊ ആ ബൈക്ക് ഇടിച്ചാനെ നോക്കി പോണ്ടേ എന്നൊക്കെ ബൈക്കുകാരനെ വഴക്ക് പറഞ്ഞിട്ട് സ്വാതിയുടെ ചോദിക്കണ്ടേ, സ്വാതി തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്റെ പേരെങ്ങനെ അറിയാം എന്ന് സ്വാതി ചോദിക്കുമ്പോ അത് പിന്നെ പറ, എന്റെ പേരെങ്ങനെ അറിയാം? അത് തന്റെ ബാഗിലല്ല ID കാർഡ് തൂങ്ങിക്കിടക്കണത്. ID കാർഡ് ഞാൻ നോക്കി. ഓ, ശരി, ID കാർഡ് നോക്കിയിട്ടാണ് എന്റെ പേര് പറഞ്ഞല്ലേ? ആ, പിന്നെ അല്ലാതെ. അല്ല, നിങ്ങൾ ഞാൻ ഇന്നലെ കണ്ടതല്ലേ? അതെ, ഞാൻ തന്നെയാണ്. ഹായ്, എന്റെ പേര് അഖിൽ എന്നാണ്. ആ, എന്റെ പേര് സ്വാതി എന്നാണ്. സ്വാതി? അതെ, സ്വാതിക. ഓ, സ്വാതി ഇവിടെ പഠിക്കുകയാണോ അതോ വർക്ക് ചെയ്യാണോ? എൻ്റെ പഠിപ്പ് കഴിഞ്ഞു, ഇനി ഹയർ സ്റ്റഡീസിന് വേണ്ടി നോക്കണം. ശരി, അടുത്ത് തന്നെയാണോ വീട്? ആ, കുറച്ച് അടുത്ത് തന്നെയാണ്. എന്താ? ഒന്നുമില്ല, സാധാരണ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു പാവപ്പെട്ട പെണ്ണെ രക്ഷപ്പെടുത്തുമ്പോഴേക്കും ഒരു കോഫി കുടിക്കാന്ന് പറഞ്ഞിട്ട് അത് പരിചയപ്പെടുത്തി വീട്ടിൽ കൊണ്ട ഒരു പതിവുണ്ടല്ലോ, അത് ഞാൻ നോക്കിയെന്നേ ഉള്ളൂ. ഓ, അങ്ങനെ വലിയ രക്ഷപ്പെടുത്തലാന്നൊന്നും എനിക്ക് തോന്നിയില്ല. ആ ബൈക്കുകാരൻ ആ വഴിക്ക് പോകുമ്പോ എന്നെ വെറുതെ രക്ഷപ്പെടുത്തുന്ന പോലെ ആക്ട് ചെയ്തല്ലേ, വെറുതെ വീഴ്ത്താനായിട്ട്. അയ്യേ, എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. എടോ, ഈ അഖിലിന്റെ പിന്നാലെ എത്ര പെണ്ണുങ്ങൾ നടക്കുന്നുണ്ടെന്ന് തനിക്കറിയാവോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. അല്ല, നമുക്കൊരു ചായ കുടിച്ചാലോ? എന്തായാലും ഇത്രയൊക്കെ പരിചയപ്പെട്ടതല്ലേ, വീട്ടിൽ പോയി കുടിക്കണോ? അല്ല, വേണമെങ്കിൽ ഇപ്പൊ തൊട്ടടുത്ത് നിന്ന് കോഫി ഷോപ്പിൽ നിന്ന് കുടിക്കാം എന്ന് പറയണം. അങ്ങനെ അഖിലും സ്വാതി കൂടി കോഫി ഷോപ്പിൽ പോയി ചായ കുടിക്കാട്ടോ. പിന്നീട് അവര് ശരിക്കും കട്ട കമ്പനി ആവാണ്. അഖിൽ വെറുതെ സ്വാധീന ഒന്ന് പരിചയപ്പെടുന്നത് വേറൊന്നും കൊണ്ടിട്ടല്ല, ആ വീട്ടിലെ കാര്യങ്ങളും പൊന്നുമടത്തിലെ കാര്യങ്ങളും അതുപോലെ തന്നെ മാധവൻ നായരുടെ ആ ഒരു മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അഖില് സ്വാതിയായിട്ട് കൂട്ടുകൂടുന്നത്. പക്ഷെ സ്വാതിക്ക് അങ്ങനെയല്ല, അഖിലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആവുകയാണ്. പിന്നെ ബെസ്റ്റ് ഫ്രണ്ടിനെ കവിഞ്ഞ് ഒരു ലവറായിട്ട് കാണുന്നുണ്ട്. തനിക്ക് അഖിൽ മതി എന്നൊരു തോന്നൽ പോലും സ്വാതിക്ക് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അഖിലും ചെറുതായിട്ടൊന്ന് സീരിയസ് ആവുന്നുണ്ട്. അങ്ങനെ പതുക്കെ പതുക്കെ അഖിൽ നല്ല രീതിയിൽ തന്നെ സ്വാതിയായിട്ട് കട്ടക്ക് കമ്പനി ആവാണ്. അതായത് വീട്ടിലേക്ക് എങ്ങനെയെങ്കിലും അഖിലിനെ കയറണം, അതാണ് അഖിലിന്റെ ഉദ്ദേശം. അത് വിജയിക്കുന്നുണ്ട് കേട്ടോ. സ്വാതി ഒരു ദിവസം വീട്ടിലേക്ക് വിളിക്കുകയാണ് എല്ലാവരെയും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്. കേട്ട പാതി തന്നെ അഖിൽ വേഗം കയറി സ്വാതിയുടെ കൂടെ വീട്ടിലേക്ക് പോവാണ്. പിന്നെ പൊന്നുമടത്തിൽ എറിഞ്ഞ് നിരങ്ങാൻ വേറെ ഒരു സാഹചര്യം വേണ്ടല്ലോ. അങ്ങനെ അടുത്ത കാര്യങ്ങളൊക്കെ അറിയാൻ ശ്രമിക്കുകയാണ് നമ്മുടെ അഖിൽ കേട്ടോ. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.